ആശങ്കകൾക്കൊടുവിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് സാധാരണ നിലയിൽ. ഡിസംബർ 10 വരെയുള്ള വെർച്വൽ ബുക്കിംഗും പൂർത്തിയായി. എൻഡിആർഎഫിന്റെ ആദ്യ സംഘം സന്നിധാനത്തെത്തി. തിരക്ക് കാരണം മടങ്ങേണ്ടി വന്ന ഭക്തർ പോലീസിനെ ബന്ധപ്പെട്ടാൽ ദർശനത്തിനുള്ള സൌകര്യമൊരുക്കുമെന്ന് എഡിജിപി എസ് ശ്രീജിത്ത് പറഞ്ഞു. നിയന്ത്രണം പാളിയതിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിച്ചു. മണ്ഡലകാലത്തെ ആദ്യ ദിവസങ്ങളിൽ തിരക്ക് കുറവായിരിക്കുമെന്ന പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും കണക്കുകൂട്ടലുകളാണ് കഴിഞ്ഞ ദിവസത്തെ ഭയാനകമായ ഭക്തജനത്തിരക്കിന് കാരണമായത്. ഇന്നലെ രാത്രിയോടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനായി. ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് 20,000-ൽ തന്നെ അവസാനിപ്പിച്ചതോടെ തിരക്കിന് ശമനമുണ്ടായി. എൻഡിആർഎഫ് സംഘവും രാവിലെ മുതൽ തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമാണ്. വൈകുന്നേരത്തോടെ രണ്ടാമത്തെ സംഘവും ശബരിമലയിലെത്തും. തിരക്ക് മൂലം കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്താൻ സാധിക്കാത്തവർക്ക് ദർശനത്തിനായി സൗകര്യമൊരുക്കുമെന്ന് എഡിജിപി എസ് ശ്രീജിത്ത് പറഞ്ഞു. വെർച്വൽ ക്യൂ പാസ് കിട്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും കാരണവശാൽ തൊഴാൻ പറ്റാതെ പോയാൽ അയാൾ ഒരു പോലീസിനെ സമീപിച്ച് അവരെ തൊഴിച്ചിരിക്കും. അതാണ് ഇപ്പൊ കണ്ടത് നിങ്ങൾ. അതേസമയം ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. കുടിക്കാൻ കുടിവെള്ളമില്ല, ടോയ്ലറ്റിൽ വെള്ളമില്ല, മലിനമായ പമ്പ. ഇതൊക്കെ എപ്പോഴാണ് ചെയ്യേണ്ടത്? സീസൺ തുടങ്ങുന്നതിന്റെ തലയാഴ്ചയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ശബരിമല സീസണെ ഇത്രമാത്രം കുഴപ്പത്തിലാക്കിയ ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കേണ്ട ഗവൺമെന്റ് അനങ്ങുന്നില്ല. ദേവസ്വം മന്ത്രിയെ കാണാനില്ല. എന്തൊരു അവസ്ഥയാണിത്? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തിരക്ക് നിയന്ത്രണത്തിന് പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. കൂടുതൽ കേന്ദ്രസേനയെ ആവശ്യപ്പെടാനുള്ള നടപടി ദേവസ്വം ബോർഡും ആരംഭിച്ചു. മീഡിയ 1 പത്തനംതിട്ട.